കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവിൽ വളരെ പ്രിയനും ബഹുമാന്യനുമായ പാസ്റ്റർ വർഗീസ് ഫിലിപ്പ്, ഈ യോഗത്തിന് നേതൃത്വം നൽകുന്ന പാസ്റ്റർ ബേബി കുര്യാക്കോസ്, IPC ബാംഗ്ലൂർ സെന്റർ 1 എല്ലാ ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ പകലിൽ ആമുഖങ്ങളില്ലാതെ ദൈവം എന്നെ ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് ഞാൻ പ്രവേശിപ്പാൻ താല്പര്യപ്പെടുക. ദയവായി ഞാൻ സംസാരിക്കുന്ന വേദഭാഗം ബൈബിൾ തുറന്ന് നിങ്ങളുടെ മുൻപിൽ വെക്കണമെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് ആവശ്യപ്പെടും. ദൈവവചന ശുശ്രൂഷയെ വളരെ കാഷ്വലായി സമീപിക്കുന്ന രീതി നമ്മുടെ ഇടയിൽ വളരെ വ്യാപകമാണ്. അത് വലിയ തെറ്റാണ്, അത് ദോഷമാണ്. പത്രോസ് പറയുന്നു, ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിൻ്റെ അരുളപ്പാട്. ഇന്ന് പകലിലെ സന്ദേശത്തിൻ്റെ തലക്കെട്ട്, the heading of today's sermon, not us but he. ഞാൻ ആവർത്തിക്കുന്നു, not us but he. ഞങ്ങളല്ല, മറിച്ച് അവനാണ്. വളരെ പരിചിതമായ ഒരു വേദഭാഗത്തു നിന്നാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പലതവണ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, ഈ വേദഭാഗം തന്നെയാണോ പ്രസംഗിക്കേണ്ടത്? കാരണം പുതുമ കേൾക്കാനാണ് ആളുകൾക്ക് താല്പര്യം. എന്നോട് പരിശുദ്ധാത്മാവ് കൃത്യമായി ഇടപെട്ടിട്ടാണ് ഞാൻ ഈ വേദഭാഗത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായമാണ്. അതിലെ ഒരു സംഭവമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈ 3-ാം അധ്യായത്തിലേക്ക് എത്തുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തെ ഗ്രഹിക്കുമ്പോൾ, നസ്രേത്തിലെ ആശാരി ഉണ്ടാക്കിയ ശല്യം തീർന്നു. He was a real trouble. അദ്ദേഹത്തെ തല്ലിക്കൊന്ന് കുരിശിൽ കയറ്റി അദ്ദേഹത്തെ യോസഫിന്റെ കല്ലറയ്ക്കകത്ത് അടക്കി. അതിനുശേഷമുള്ള സംഭവങ്ങളൊന്നും യെരുശലേമ്യർ എല്ലാവരും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞാൽ വിശ്വസിക്കുകയുമില്ല. 50 ദിവസം കഴിഞ്ഞ് പെന്തക്കോസ്ത നാളിൽ ഒരു ചെറിയ കൂട്ടം ആളുകളെ കണ്ട് യെരുശലേമ്യരും അവിടെ വന്നവരുമായ പരദേശികളും അമ്പരന്നു. പ്രവൃത്തി 2:7. 2:8 പറയുന്നു, ഭ്രമിച്ചു, ആശ്ചര്യപ്പെട്ടു. 2:12 പറയുന്നു, ഭ്രമിച്ചു, ചഞ്ചലിച്ചു. ചഞ്ചലിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ അകത്ത് നിലനിൽപ്പിനെ ചൊല്ലിയുള്ള ഭാരം അനുഭവിക്കാൻ തുടങ്ങി. 2:13 പരിഹസിച്ചു. 2:43 ഭയം കയറി. ഈ പശ്ചാത്തലത്തിലാണ് പ്രവൃത്തി 3 സംഭവത്തിന്റെ ബേസ് കിടക്കുന്നത്. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ദയവ് ചെയ്ത്
നിങ്ങൾ എല്ലാവരും വേദപുസ്തകം തുറന്നിരിക്കണമെന്ന് ഒരു പ്രാവശ്യം കൂടെ ഞാൻ അപേക്ഷിക്കും. ഒരിക്കൽ, ഈ ഒരിക്കൽ എപ്പോഴാ? അതിനകത്തൊരു സന്ദേശമുണ്ട്. വേദപുസ്തകത്തിലെ ഓരോ പദത്തിനകത്തും ആഴമായി ദൈവാത്മാവിന് നമ്മോട് ഇടപെടാൻ കഴിയും. ഒരു ദിവസം, every casual day can be transformed to a day of miracle by God. വെറും സാധാരണമായൊരു ദിവസം സാധാരണ പോലെ 9-ാം മണി നേരത്ത് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം, ഒരു കത്തോലിക്കൻ എന്നോട് ചോദിച്ചതാ, ഈ വാക്യം വായിച്ചിട്ട് ഒരു ചോദ്യം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാലും പഴയ പള്ളിയിലോട്ട് പോകാലോ പാസ്റ്ററെ? പത്രോസ് പോയല്ലോ. കാര്യമറിയാതെ പറയുന്നതാ. പത്രോസിനും സംഘത്തിനും പ്രവൃത്തി 3-ാം അധ്യായത്തിലും എത്തിയിട്ടും മനസ്സിലായിട്ടില്ല ഇതൊരു പുതിയ മാർഗമാണ്. യഹൂദ്യർ കാത്തിരുന്ന മിശിഹ വന്നു എന്ന ബോധ്യം മാത്രമേ പത്രോസിന് 3-ാം അധ്യായത്തിൽ എത്തുമ്പോഴും ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവർ ദേവാലയത്തിലേക്ക് പോയി. 3 മണി, നമ്മുടെ ഉച്ച കഴിഞ്ഞുള്ള 3 മണിക്ക് പ്രാർത്ഥനാ സമയത്ത് പോയി എന്ന് പറയുന്നത് വളരെ ഗൗരവമാണ്. 2:30 മണിക്ക് അവിടെ യാഗം ആരംഭിക്കും, പ്രാർത്ഥനയ്ക്ക് അരമണിക്കൂർ മുമ്പ്. പക്ഷെ അപ്പോൾ പത്രോസ് പോയില്ല. പത്രോസിന് മനസ്സിലായി കഴിഞ്ഞു, വെളിപ്പെട്ട് കഴിഞ്ഞു, ഒരിക്കലായി നടക്കേണ്ട യാഗം കാൽവരിയിൽ നടന്നുവെന്ന്. പക്ഷെ പ്രാർത്ഥനാ സമയത്തെത്തി. പ്രാർത്ഥനാ സമയത്ത് എത്തുന്ന 2 മനുഷ്യർ, പത്രോസും യോഹന്നാൻ. എനിക്ക് അത്ഭുതമാണ്. ഇവരുടെ 2 പേരുടെയും ക്യാരക്ടർ എന്ത് ഡിഫറൻറ്റാ. ഏതോ ഒരു ദൈവദാസൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു. പീറ്റർ ഈസ് എ ഡൂവർ, ജോൺ ഈസ് എ ഡ്രീമർ. പത്രോസ് പ്രവർത്തിക്കുന്നവൻ, യോഹന്നാൻ സ്വപ്നക്കാരൻ. പത്രോസിന്റെ ഒത്തിരി ഭാഷ നാം സുവിശേഷങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ യോഹന്നാൻ പലപ്പോഴും മൗനിയാണ്. ഒരു മൗനിയും ഒരു വായാടിയും. എന്നാൽ ഇവർക്ക് 2 പേർക്കും സാധാരണ മനുഷ്യർക്കുള്ള എല്ലാ വൈകല്യങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ പത്രോസിന്റെ അവസാനത്തെ ചോദ്യവും? കർത്താവേ, ഇവൻ എന്തോ പറ്റുമെന്ന. നമ്മൾ ഇപ്പോഴതല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. നമ്മുടെ കാര്യം നോക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ സമയം മുഴുവൻ വല്ലവരുടെയും കാര്യം നോക്കുന്നതിന്. 2 ഉപദേശിമാര് തമ്മിൽ കണ്ട അവരുടെ മെയിൻ സംഭാഷണം 3-ാമത് ഒരാളെ കുറിച്ചായിരിക്കും. ദൈവത്തെക്കുറിച്ചോ ദൈവവചനത്തെക്കുറിച്ചോ ആയിരിക്കുകയില്ല. കാരണം അവർക്ക് പ്രസംഗിക്കാൻ മാത്രം ഉള്ളതാ വേദപുസ്തകം. ലെറ്റ് us stop talking about others. നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുക. യോഹന്നാനും മോശമല്ല. യോഹന്നാൻ പറയുന്നില്ലേ മർക്കോസ് 10:37, നിന്റെ മഹത്വത്തിൽ എന്നെ എന്റെ സഹോദരനെ ഇടത്തും വലത്തും ഇരുത്തണം. അപ്പൊ അവിടെയും കസേരയാ യോഹന്നാന്റെയും വിഷയം. പക്ഷേ ഇന്ന് അവർ ഒരുമിച്ച ആലയത്തിൽ പോകുന്നത്. ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം ഡിവേഴ്സ് പേഴ്സണാലിറ്റീസിനെ ഒരുമിച്ച് കൊണ്ടുവരുവാൻ കഴിയുന്ന മഹത്വപൂർണമായ മാർഗമാണ് ക്രിസ്തു മാർഗം. ദൈവത്തിന് മഹത്വം. ശ്രദ്ധിക്കൂ, നമുക്ക് വ്യത്യസ്തമായ വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിലും
പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാൻ നാം തയ്യാറാകുമ്പോൾ നമ്മെക്കാൾ തികച്ചും വ്യത്യസ്തരായവരെയും നമ്മുടെ മനസ്സിൽ ഉൾപ്പെടുത്താൻ നമ്മുടെ മനസ്സ് വളരും. പരിഭവിക്കല്ലേ, മനസ്സ് വളരെ ചെറിയ ആളുകളാണ് നമ്മുടെ ആളുകളെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ടു സ്മോൾ, പൊട്ടക്കിണറ്റിലെ തവളകൾ എന്ന് പറയുന്നത് പോലെ മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാനോ മറ്റൊരാളെ അംഗീകരിക്കാനോ മറ്റൊരാൾക്കൊരു കരം കൊടുക്കാനോ നമുക്ക് മനസ്സില്ലെങ്കിൽ നമ്മുടെ പ്രസംഗത്തിന് എന്താ അർത്ഥം? ഒരു ഉപദേശി പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കൺവെൻഷൻ സ്റ്റേജ് നോക്കിയാൽ മതി. ഒരാൾ പ്രസംഗിക്കുമ്പോൾ വേദപുസ്തകം തുറന്നിരിക്കുന്ന എത്ര ഉപദേശിമാരെ കാണാൻ പറ്റും? വാ തുറന്ന് സ്തോത്രം പറയുന്ന എത്ര പേരെ കാണാൻ പറ്റും? കാരണം ഞാനെങ്ങാനും സ്തോത്രം പറഞ്ഞാൽ നിങ്ങളുടെ ശുശ്രൂഷ നന്നായി പോയാലോ? അത് വേണ്ട. Honor others, you will be honored. അവിടെ അവർ ഒരു മനുഷ്യനെ കാണുന്നു. വാക്യങ്ങൾ വായിക്കേണ്ട പ്രത്യേക ഘട്ടങ്ങളിൽ വായിക്കാം. എന്റെ ചോദ്യം, ഈ മനുഷ്യനെ ഇവർ ഇതിനു മുമ്പ് ഈ ദേവാലയത്തിന്റെ വാതിൽ കണ്ടിട്ടില്ലേ? യേശു ഇയാളെ നേരത്തെ കണ്ടിട്ടില്ലേ? വന്ന രോഗികളെ എല്ലാം ഇവർ നോക്കിയോ? ഇല്ലല്ലോ. ശ്രദ്ധിക്കൂ, ഞാൻ പ്രസിദ്ധമായ ഒരു വാചകം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. When you are filled with Holy Spirit, your spiritual radar is better equipped to recognize a divine moment, an opportunity given by Him to join Him in what He wants to do. നിങ്ങൾ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നിങ്ങളുടെ ആത്മീയ റഡാർ തിരിക്കുകയും ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ എപ്പോൾ ആഗ്രഹിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ആ പ്രവൃത്തിക്ക് നിങ്ങൾ പങ്കാളികളായി തീരും. രക്തം ജയം. ശ്രദ്ധിക്കൂ, പത്രോസിന് ആലയത്തിൽ പോകും വഴിയിൽ ഈ മനുഷ്യനിലേക്ക് ശ്രദ്ധ ചെലുത്താൻ അകത്തിരുന്ന ദൈവാത്മാവ് പ്രബോധിപ്പിച്ചു. രോഗികളെല്ലാം വാ, ഞങ്ങൾ രോഗികളെ മുഴുവൻ സൗഖ്യമാക്കാം എന്നല്ലല്ലോ പത്രോസ് പറഞ്ഞത്. അവിടെ ഇരുന്ന എല്ലാ രോഗികളുടെ മേലും പത്രോസിന്റെ കണ്ണ് പോയില്ലല്ലോ. Are you willing to move as the Holy Spirit guides you? ദൈവാത്മാവ് നയിക്കുന്നത് പോലെ പോകാൻ മനസ്സുണ്ടോ സ്നേഹിത? മനസ്സുണ്ടോ പ്രിയ ദൈവദാസ? അയാളുടെ നോട്ടം, പത്രോസിന്റെ നോട്ടം കണ്ടിട്ട് ഈ മനുഷ്യൻ പ്രതീക്ഷിക്കുകയാണ്. പത്രോസ് പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞങ്ങളെ നോക്കുക, നമ്മളാണ് ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാൻ അങ്ങ് കഷ്ടപ്പെടുക അല്ലേ? ഈ ഒരു പ്രത്യേക കാലം തന്നെത്താനൊന്ന് മാർക്കറ്റ് ചെയ്യാൻ എന്തോ പാടാ
ഉപദേശിമാര് പെടുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഇറ്റ് ഈസ് എ ടൈം ടു ഗോ ബാക്ക് ടു ഗോഡ്. ഇറ്റ് ഈസ് എ ടൈം ടു നീൽ ഡൗൺ ബിഫോർ ഗോഡ്. നൂറുകണക്കിന് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പ്രസംഗിച്ച് തകർക്കല്ലേ? ആർക്കു വേണ്ടി? പ്രസംഗിക്കാനേ ആളുള്ളൂ, കേൾക്കാൻ ആളില്ലാതായി. എല്ലാവരും പ്രസംഗികളായി. ഞങ്ങളെ നോക്കെന്ന് പറയാൻ ആരുണ്ട് ഇവിടെ? എന്നിട്ട് അടുത്ത വാചകം പറയാണ്, വലതും കിട്ടുമെന്ന് കരുതി അവര് സൂക്ഷിച്ചു നോക്കി. ഞങ്ങളെ നോക്കെന്ന് ഇന്നലെ പറഞ്ഞില്ലല്ലോ പത്രോസ്. ദൈവാത്മാവിടപെടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നവർ 5 തരക്കാർ. കുറിച്ചെടുക്കാം ആവശ്യക്കാർക്ക്. 1, നമ്മുടെ കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പീപ്പിൾ ഹു ഗീവ് ഇമ്പോർട്ടൻസ് ടു their own needs. 1-ാമത്തെ കൂട്ടർ. വാക്യങ്ങൾ വായിക്കുന്നില്ല, റെഫറൻസ് പറഞ്ഞു പോകാം. ലൂക്കോസ് 9:57 മുതൽ 62 വരെ. അപ്പനെ കുഴിച്ചിടാൻ പോണം ചിലർക്ക്, വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ പോണം ചിലർക്ക്, ഇയാളുടെ കൂടെ പോയാൽ തല ചായ്ക്കാൻ ഇടം പോലും കിട്ടത്തില്ല. അവരുടെ ഫോക്കസ് അവരുടെ ആവശ്യങ്ങളിലാണ്. അത്തരം കൂട്ടർക്ക് ഒരിക്കലും അവസരം കിട്ടില്ല. 2-ാമത്തെ കൂട്ടർ ഒഴിവ് കഴിവ് പറയുന്നവർ. ലൂക്കോസ് 14:18 മുതൽ 20 വരെ. ഒരാൾക്ക് നിലം കാണാൻ പോണം, ഒരാൾക്ക് കാളയെ വൃത്തിയാക്കണം, ഒരാൾക്ക് തൻ്റെ പുതിയ മണവാട്ടിയുടെ അടുത്ത് നവവധുവിന്റെ അടുക്കൽ പോകണം. ലെയിം എക്സ്ക്യൂസസ്. 3, മൂന്നാമത്തെ അവസരം നഷ്ടപ്പെടുത്തുന്ന കൂട്ടർ മനസ്സില്ലാത്തവർ, നോട്ട് വില്ലിങ്. മത്തായി 27:37. നിങ്ങൾക്ക് മനസ്സില്ല, കർത്താവ് പറയുന്നു. 4-ാമത്തെ കൂട്ടർ ഒരുങ്ങിയിട്ടില്ല, നോട്ട് പ്രിപ്പയർഡ്. ലൂക്കോസ് 12:40. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. 5-ാമത്തെ കൂട്ടർ വഴിമാറിപ്പോകുന്നവർ അഥവാ ഒഴിവാക്കുന്നവർ. ലൂക്കോസ് 10:31-32. പുരോഹിതനും ലേവ്യനും മുറിവേറ്റ മനുഷ്യനെ കണ്ട് മാറിക്കടന്നുപോയി. They avoided the opportunities. ഞാൻ ഈ പകലിൽ ആത്മനിയോഗത്തിൽ ചോദിക്കുന്നു, have you avoided precious opportunities to present Christ? കർത്താവിനെ പരിചയപ്പെടുത്താനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, this is the finest time to present Christ. എനിക്ക് ഈ കാലത്തെക്കുറിച്ച് ഒരു നിരാശയുമില്ല. ഈ കാലത്തെക്കുറിച്ച് എനിക്കൊരു ഭീതിയുമില്ല. കാരണം എന്റെ ദൈവം സകലവും ചെയ്യുന്നത് നന്മയ്ക്കാണെന്ന തികഞ്ഞ ബോധ്യം എന്റെ അകത്ത് കത്തുന്നുണ്ട്. God does everything with a purpose. ആ പർപ്പസ് പൂർത്തിയാക്കും വരെ ദൈവം ഇത് തുടരുക തന്നെ ചെയ്യും. ദൈവത്തിന് മഹത്വം. അവസരം നഷ്ടപ്പെടുത്തരുത്. നോഹ വാതിലടച്ചപ്പോൾ അവസരം നഷ്ടപ്പെട്ടു പോയി. പാത്രത്തിലെ എണ്ണ തീർന്നപ്പോൾ അവസരം നഷ്ടപ്പെട്ടു പോയി കന്യകമാർക്ക്.
കർത്താവ് പറഞ്ഞ താക്കീത് യൂദായുടെ അവസരം നഷ്ടപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസിന്റെ മറുപടി, നീ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കതില്ല. വെള്ളിയും പൊന്നും എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ തരാം. ഒരിക്കൽ തോമസ് അക്വീനാസ് വത്തിക്കാൻ സന്ദർശിച്ചു 13-ാം നൂറ്റാണ്ടിൽ. അന്നത്തെ പോപ്പ് ഇന്നസെന്റ് രണ്ടാമനാണ്. ഇന്നസെന്റ് രണ്ടാമൻ തന്റെ മഹാകൊട്ടാരത്തിലെ ഓരോ മുറികൾ കൊണ്ട് തോമസ് അക്വീനാസിനെ കാണിച്ചു. സമ്പത്തിന്റെ വലിയ വലിയ സഞ്ചയങ്ങൾ കാണിച്ചു. എന്നിട്ട് തോമസ് അക്വീനാസിനോട് പറഞ്ഞു, നൗ ചർച്ച് കാൻ സേ ദാറ്റ് വി ഡോണ്ട് ഹാവ് സിൽവർ ആൻഡ് ഗോൾഡ്. സഭയ്ക്ക് ഇനി പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് വെള്ളിയും പൊന്നുമില്ല എന്ന്. തോമസ് അക്വീനാസിന്റെ മറുപടി അതിശ്രേഷ്ഠമാണ്. neither the church can say rise up and walk. സഭയ്ക്ക് എഴുന്നേൽക്കൂ നടക്കൂ എന്നും പറയാൻ കഴിയില്ല. when you and I have resources, we leave God aside. നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ നടത്താൻ കെൽപ്പുണ്ടെങ്കിൽ നമുക്കെന്തിനാ ദൈവം? ദൈവത്തെ ആവശ്യമുണ്ടോ നമുക്ക്? ദൈവത്തെ ആവശ്യം നിസ്സഹായനാണ്. ദൈവത്തെ ആവശ്യം കഴിവില്ലാത്തവനാണ്. ദൈവത്തെ ആവശ്യം ബലഹീനനാണ്. എനിക്കെന്റെ ദൈവത്തെ കൂടാതെ സാധ്യമല്ല എന്ന ബോധ്യമുള്ളവന് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സ്നേഹിത, നിന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് നീ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധ്യമല്ല. നിന്റെ വാക്ചാതുര്യത്തിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. പത്രോസ് പറയുന്ന മറുപടി, നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക. His name is wonderful. ശ്രദ്ധിക്കൂ, 2-ാം അധ്യായത്തിൽ നിങ്ങൾ കണ്ടില്ലേ, അവർ പല അത്ഭുതങ്ങളും ഒക്കെ ചെയ്തു, പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്തില്ല. റെക്കോർഡ് ചെയ്ത ആദ്യത്തെ അത്ഭുതം പ്രവൃത്തി 3-ാം അധ്യായത്തിലാണ്. അതിന് ചരിത്രപരമായ ഇന്നും നിലനിൽക്കുന്ന സാങ്കത്യമുണ്ട്. The world is lame. ലോകം മുടന്തുകയാണ് സ്നേഹിത. ഞാൻ ഇങ്ങനെ എഴുതിയിട്ടു. ഈ വേദഭാഗത്ത് ഞാൻ പ്രസംഗിക്കുന്നത് 30 കൊല്ലമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ്. Lame humanity is the opportunity of the church. മുടന്തുള്ള മാനവരാശി സഭയുടെ അവസരമാണ്. എവിടായിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സുന്ദരം എന്ന വാതിൽക്കൽ 75 അടി ഉയരവും 60 അടി വീതിയുമുള്ള കൊരിന്ത്യൻ കോപ്പർ കൊണ്ടുണ്ടാക്കിയ അതിശ്രേഷ്ഠമായ വാതിലാണിത്. പേര് സുന്ദരമെന്നാണ്, പക്ഷെ ഇരിക്കുന്നത് മുഴുവൻ ഭിക്ഷക്കാരാ. ലിപ്സ്റ്റിക്കും മുഖം ചായം തേച്ച് മിനുക്കിയും വിലയേറിയ വസ്ത്രവും ഇട്ടു വഴിയിൽ നടന്നു പോകുന്ന മനുഷ്യരെ നോക്കി നിങ്ങളുടെ അകക്കണ്ണ് കൊണ്ട് കാണാൻ കഴിയണം അവരുടെ മനസ്സിനകത്ത് മുടന്താണെന്ന്. രക്തം ജയം. എവറി
non-regenerated man is an opportunity, my dear brother and sister. ആത്മാക്കളെ കുറിച്ച് ഭാരമുള്ള മനുഷ്യന് ഏതു മനുഷ്യനും ഒരവസരമാണെന്ന് ഇന്ന് പകലിൽ മറന്നു പോകരുത്. രക്തത്താൽ ജയം. പാപി ഭൂമിയിൽ ഉള്ളിടത്തോളം സുവിശേഷത്തിന്റെ വാതിൽ അടഞ്ഞിട്ടില്ല. സുവിശേഷത്തിന്റെ വാതിൽ അടയ്ക്കാൻ കഴിയില്ല. നസറയനായ യേശുവിന്റെ നാമത്തിന്റെ 4 പ്രത്യേകത വേഗത്തിൽ പറയാം. 1, സകല നാമത്തിനും മേലായ നാമം. ഫിലിപ്പിയർ 2:9. ഫിലിപ്പിയർ 2:10. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. 3, യോഹന്നാൻ 3:35. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ഒരൊറ്റ വാക്യം മണിക്കൂറുകൾ നമുക്ക് പ്രസംഗിക്കാം. Whole authority is in his name. 4, മത്തായി 28:18. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടായ്മകൾ ഉയരേണ്ടത് ഒരൊറ്റ നാമമാണ്. നമ്മുടെ കൂട്ടായ്മകളുടെ ആരാധന ശബ്ദം ഉയരുന്നത് ഒരൊറ്റ നാമത്തിലാണ്. നിങ്ങൾ എന്നോട് പരിഭവിക്കല്ലേ, എന്റെ ആത്മഭാരം പങ്കിടുക. നമ്മുടെ ഇന്നത്തെ പാട്ടൊക്കെ എന്തോ പാട്ടാ. ഞാനും എന്റേതും എന്റെ കാര്യം പറച്ചില്ല പാട്ട് മുഴുവൻ. നമ്മുടെ പാട്ടുകളുടെ തെരഞ്ഞെടുപ്പ് ആത്മാവിലാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. Every song should glorify Christ. മനുഷ്യന്റെ ഇമോഷൻസിനെ ഉയർത്താൻ, സെന്റിമെന്റ്സിനെ ടച്ച് ചെയ്യാനുള്ള പ്രസംഗങ്ങളും പാട്ടുകളും മാത്രമല്ലേ ഇന്ന് പെന്തക്കോസിലുള്ളത്? Are you glorifying Jesus through your sermon? അതോ മനുഷ്യന്റെ വൈകാരിക തലത്തെ തൊട്ട് അവനെ ഒന്ന് കരയിപ്പിക്കാനാണോ നമ്മുടെ പ്രസംഗത്തിന്റെ ശ്രമം? യേശുവിനെ ആരുയർത്തുന്നുവോ അവന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. രക്തത്താൽ ജയം. അടുത്ത പദം, അവനെ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്റെ ചോദ്യം, കയ്യെ പിടിക്കേണ്ട കാര്യം എന്താ? പറഞ്ഞാ പോരായിരുന്നു. He needs a hand. He needs a hand, my dear brother and sister. ഒരു കൈ അവന് കൊടുത്തുകൂടെ? നിന്റെ ഒരു സ്പർശനത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം മാറില്ലേ? നിങ്ങൾ മറക്കരുത്, ക്രിസ്ത്യാനിത്വം അത്ഭുതങ്ങളുടെ മാർഗമാണ്. അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്തവന് ബൈബിൾ വിശ്വസിക്കാൻ കഴിയില്ല. ക്രിസ്തു ഒരു അത്ഭുതമാണ്. എന്തിന്? നാം ഒരു അത്ഭുതമല്ലേ? അങ്ങനെയല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്? അത്ഭുതവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. TV രോഗശാന്തിക്കാരും അത്ഭുതം വിൽക്കുന്നവരും കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ട് അത്ഭുതങ്ങളോട് ഒരവേർഷൻ നമുക്ക് വരാൻ പാടില്ല. ഞാൻ വളരെ ഭയത്തോടെ മനസ്സിലാക്കുന്നു, യഥാർത്ഥ ആത്മീയർ പോലും അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്ത നിലയിൽ അത്ഭുതങ്ങൾ വെറും നാടകങ്ങളായത് കണ്ട് പിന്മാറിപ്പോകുന്നുണ്ടോ?
മഹാനായ സ്പർജന്റെ പ്രസിദ്ധമായ ഒരു വാചകം ദൈവാത്മാവെന്നെ ഓർമ്മിപ്പിക്കുന്നു. മിസ്യൂസ് ഷുഡ് നോട്ട് ലീഡ് ടു നോൺ യൂസ്. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്നും അത്ഭുതം ചെയ്യും. നാം സേവിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവം തന്നെയാണ്. ടി വിക്കാരന്റെ വില കുറഞ്ഞ തേർഡ് റേറ്റ് അത്ഭുതം ദൈവത്തെ കളിയാക്കുകയാണ്. He is mocking at God. But we have a living God who still do wonders in our lives. Our God is a God of miracles. രക്തം ജയം. എത്ര പരിഹാസ്യമാണ് ഇന്ന് കാണിച്ചു കൂട്ടുന്ന അത്ഭുതങ്ങളുടെ നാടകങ്ങൾ. ക്ഷീണിച്ചു പോകരുത് അത് കണ്ട്. എന്റെ പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, അത് കണ്ടു മടുത്തു പോകരുത്. യേശുവിന്റെ നാമത്തിന്റെ മഹത്വം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യുന്നു. രക്തം ജയം. അത്ഭുതത്തിന്റെ പ്രതികരണം നോക്കിക്കേ. ഇന്നത്തെ ആളുകൾ മുടന്ത് മാറ്റുമ്പോൾ പിന്നെയും നടക്കുന്നത് മുടന്തുമായിട്ടാ. പക്ഷെ ഇവിടെ നോക്കൂ, അവൻ കുതിച്ചെഴുന്നേറ്റു. അതിന്റെ നാടകീയതയൊന്നും വർണ്ണിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അതിനകത്തെ ആഴമേറിയൊരു പാഠമുണ്ട്. 40 വയസ്സുള്ള ഈ മനുഷ്യൻ ഇന്നുവരെ ആലയത്തിൽ കയറിയിട്ടില്ല. അവൻ ആലയത്തിൽ പ്രവേശനമില്ല. ലേവ്യർ 21:6 യാഗം കഴിക്കാൻ മുടന്തൻ ആലയത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. ആവർത്തനം 15:21 മുടന്തുള്ള ഒരു ജീവിയെ യാഗം കഴിക്കാൻ അവകാശമില്ല. 2 ശമൂവേൽ 5:8 കുരടിനും മുടന്തരും വീട്ടിൽ വരരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ടായി. വീട്ടിൽ പ്രവേശനമില്ല, ആലയത്തിൽ പ്രവേശനമില്ല, യാഗവസ്തുവാകാൻ യോഗ്യതയില്ല. This is his first entry to the temple. അതിന്റെ ആത്മീയാർത്ഥം ഒന്ന് ചിന്തിച്ചേ. ആലയത്തിൽ ദൈവസാന്നിധ്യത്തിൽ പ്രവേശനമില്ലാതിരുന്ന, പ്രവേശനത്തിന് അവകാശമില്ലാതിരുന്ന മുടന്തന്മാരായിരുന്നില്ലേ നാം ഓരോരുത്തരും? ആലയത്തിൽ കയറിയതിന്റെ ആനന്ദം. ഭിക്ഷയാചനയുടെ അന്ത്യമാണ് ക്രിസ്തുമാർഗം. ഞാൻ ആവർത്തിക്കുന്നു, ഭിക്ഷയാചനയുടെ അന്ത്യമാണ് ക്രിസ്തുമാർഗം. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരെ ഞാൻ ഇന്ന് പകലിൽ പ്രബോധിപ്പിക്കുന്നു, നമ്മുടെ യോഗങ്ങൾ ഭിക്ഷയാചനയുടെ വാക്കുകൾ വരരുത്. കൺവെൻഷൻ പെരുവിന്റെ ദാരുണ കൈനീട്ടലുകളായി നമ്മുടെ യോഗസ്ഥലങ്ങൾ മാറരുത്. നമ്മെ കൊണ്ട് ദൈവത്തിനൊരു കാര്യം ചെയ്യിക്കാനുണ്ടെങ്കിൽ അതിനുള്ള ഉദവികൾ തരാൻ വിശ്വസ്തനാണ് നാം സേവിക്കുന്ന ദൈവം. ഹഡ്സൺ ടൈലറിന്റെ പ്രസിദ്ധമായ വാചകം, God is faithful to provide what he wants to do through you. നിങ്ങളെ കൊണ്ട് ചെയ്യിക്കേണ്ടതിന് നിങ്ങളുടെ കയ്യിൽ തരാൻ ദൈവം വിശ്വസ്തനാണ്. True worship comes out of joy. ഞാൻ വളരെ വേദനയോടെ ഓർമ്മിപ്പിക്കാം, നമ്മുടെ ആലയങ്ങളിൽ ആളുകൾ ആരാധനാ സമയത്ത് ഇരിക്കുന്നതിന്റെ ഒരു പിക്ചർ ഒന്ന് എടുത്തു നോക്കാമോ? പിക്ചർ ഓഫ് എവറി പേഴ്സൺ. മ്ലാനമുഖികളായി, മുഖത്ത് സന്തോഷത്തിന്റെ ഒരു ഭാവം പോലും ഇല്ലാതെ,
ഇരിക്കുന്ന നൂറുകണക്കിന് മുഖങ്ങൾ കാണാൻ വയ്യേ. എനിക്കുറപ്പായി പറയാം, വാസ്തവമായി വീണ്ടും ജനനം പ്രാപിച്ചവന് സന്തോഷിക്കാതിരിക്കാൻ സാധ്യമല്ല ദൈവ സാന്നിധ്യത്തിൽ. രക്തത്താൽ ജയം. Have you lost joy in worship? Get it back today. ആരാധനയുടെ ആനന്ദം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ആരാധനയും ആനന്ദവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ആരാധനയുടെ ആനന്ദം എവിടുന്ന് വന്നു? മുടന്തനായിരുന്നു ഞാൻ, എന്നെ മുടന്തു മാറ്റി ആലയത്തിൽ പ്രവേശിച്ചു. അന്യരും പരദേശികളും പ്രത്യാശയില്ലാത്തവരും ഇസ്രയേൽ പൗരത്വത്തോട് ബന്ധമില്ലാത്തവരും പുറംപറമ്പിൽ എറിയപ്പെട്ടവരും ഒരു യോഗ്യതയുമില്ലാതിരുന്ന എനിക്ക് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ യോഗ്യനാക്കിയത് ഓർത്താൽ എങ്ങനെ ആനന്ദിക്കാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ആലയങ്ങൾ സന്തോഷത്തിന്റെ കേന്ദ്രങ്ങളായി മാറട്ടെ. സെന്റേഴ്സ് ഓഫ് ജോയ്. And that is a unique word right now the Spirit of God has given me. Let our churches become centers of joy. ചിലരുടെയൊക്കെ മോഹം കണ്ട നമ്മുടെ ഉള്ള സന്തോഷം കൂടെ. ദൈവത്തിന് മഹത്വം. ഇന്ന് പകലിൽ നിങ്ങളുടെ വീടുകൾ സന്തോഷത്തിന്റെ വീടുകളായി മാറണമെങ്കിൽ വീണ്ടും ജനനത്തിന്റെ ആനന്ദം നഷ്ടപ്പെടാതിരിക്കണം. നിങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷകളായി മാറണമെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ ഹൃദയത്തിന്റെ ആഴമുണ്ടായിരിക്കണം. നീളുന്നൊരു കരത്തിനകത്ത് ഹൃദയത്തിന്റെ ആത്മാർത്ഥതയുണ്ട്. എന്നോട് പരിഭവിക്കല്ലേ ഉപദേശിമാർ. ആത്മാർത്ഥതയുള്ള ശുശ്രൂഷകന്മാർ നമ്മുടെ സമൂഹത്തിൽ അന്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദൈവദാസൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് എന്നോട് വേദനയോടെ പറഞ്ഞു, പാസ്റ്ററെ, ഒരു ഉപദേശിയും ഒരു കാര്യവും ഷെയർ ചെയ്യത്തില്ല, അവർക്കെല്ലാം ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് എന്തെങ്കിലും പറയാൻ. അസുഖം മാറാൻ പറയും, ഇതിന് കവിഞ്ഞ് വല്ലതും പറയുവോ? പറയാൻ പേടിയാ. പറഞ്ഞാൽ ഇത് പാട്ടാക്കും. സ്നേഹിതരെ, God is waiting for faithful men and women. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. There is a genuine place for emotion in Christianity. നമ്മൾ പ്രസംഗിക്കാനൊക്കെ ചെല്ലുമ്പോഴേ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകളുടെ മുഖം കാണുമ്പോൾ നമുക്ക് പേടിയാ വരുന്നത്. മുഖമെല്ലാം വീർപ്പിച്ച് കടിച്ചു കീറാൻ വരുന്നതൊക്കെ ഇരിക്കുന്നത്. Let your presence encourage someone. എത്രയോ ചെറുപ്പക്കാരായ ദൈവദാസന്മാർ എന്നെ കേൾക്കുന്നു. അവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ, അവരുടെ ഒരു മെസ്സേജ് കഴിയുമ്പോ കുഞ്ഞെ നന്നായിരിക്കുന്നു, ലെറ്റ് ഗോഡ് യൂസ് യു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എത്രയോ യൗവനക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ആരെങ്കിലും ഉണ്ടോ അവർക്കൊരു കരം പിടിക്കാൻ? ആരെങ്കിലും ഉണ്ടോ അവർക്കൊരവസരം കൊടുക്കാൻ? ഹൃദയമുള്ള മനുഷ്യരെ ദൈവം അന്വേഷിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ. രക്തത്താൽ ജയം. ഞാൻ മുന്നോട്ട് വരട്ടെ. ഈ സംഭവം പാട്ടായ അവിടെ അതാ നമ്മൾ കാണുന്നത്. പുതിയൊരു പ്രത്യേക പദം, ഇതുവരെ പറയാത്തൊരു പ്രത്യേക പദം. 2:7 തൊട്ട് മനുഷ്യർക്ക് വന്ന ഇമോഷണൽ ചേഞ്ച് ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചു.
3:10 ഒരു പ്രത്യേക പദമുണ്ട്, വിസ്മയവും പരിഭ്രമവും. വിസ്മയം, അത്ഭുതം കണ്ടുള്ള വിസ്മയം. പരിഭ്രമം, ഈ പുതിയ മാർഗം ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനത്തെ കുറിച്ചുള്ള പരിഭ്രമം. പത്രോസ് ഓപ്പർച്യൂണിറ്റി, ആളുകളൊക്കെ ഓടിക്കൂടി. 11-ാമത്തെ വാക്യം, ഈ ഓടിക്കൂടിയവർ 2-ാം അധ്യായത്തിൽ ഓടിക്കൂടിയവർ അല്ല. ഇത് യെരുശലേമിൽ താമസിക്കുന്ന മനുഷ്യന് മാത്രമേ ഉള്ളൂ. പത്രോസിന്റെ ഒരു വാക്കാണ് എന്റെ മെസ്സേജിന്റെ ടൈറ്റിൽ. 12-ാമത്തെ വാക്യം, ഞങ്ങളുടെ സ്വന്ത ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? നമ്മൾ നേരെ തിരിച്ച, നമ്മളിപ്പം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണ്. കാണാൻ വയ്യേ? പത്രോസ് പറഞ്ഞതിന് ഞാനൊരു നാടൻ പ്രയോഗം പറയട്ടെ. I am not special. Why do you look at me? എനിക്കെന്താ പ്രത്യേകത? നമുക്ക് പ്രത്യേകത ഉണ്ടെന്ന് കാണിക്കാൻ നമ്മൾ എന്തെല്ലാം പരിപാടിയാ ഒപ്പിക്കുന്നത്. ഗുജറാത്തി വട്ടിപ്പലിശക്കാരനിടുന്ന ഹാഫ് ഓവർകോട്ട്, ഡൽഹിയിലെ രാഷ്ട്രീയക്കാരനിടുന്ന ഹാഫ് ഓവർകോട്ട് ഏതോ ഒരു ഉപദേശം എടുത്തിട്ട് ഇപ്പൊ സകല ഉപദേശം ഇട്ടും നടക്കുക. എന്തിനാ? നാട്ടുകാരെ കാണിക്കാൻ. ഐ ആം സ്പെഷ്യൽ, ഐ ആം ഡിഫറന്റ്. നമുക്കെല്ലാം കേൾക്കാൻ ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ? ബ്രദർ, യു ആർ സ്പെഷ്യൽ. പാസ്റ്റർ, യു ആർ വെരി സ്പെഷ്യൽ എന്ന് കേൾക്കാൻ നമുക്ക് ഇഷ്ടമല്ലേ? നമ്മുടെ പ്രസംഗരെല്ലാം തട്ടിവിടുന്നതല്ലേ? ബ്രദർ, സഹോദര, നീ ദൈവത്തിന് സ്പെഷ്യൽ ആണ്. ഒന്നുമല്ല. ഐ ആം നോട്ട് സ്പെഷ്യൽ. പത്രോസ് പറയുക, എന്റെ ഭക്തി കൊണ്ടല്ല, എന്റെ ശക്തി കൊണ്ടല്ല. ഇതേ പത്രോസ് ഞാൻ സ്പെഷ്യൽ ആണെന്ന് തെളിയിക്കാൻ കഷ്ടപ്പെട്ട സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് അമേസിംഗ്. പത്രോസിൽ ദൈവാത്മാവ് വരുത്തിയ രൂപാന്തരം. മത്തായി 26:33, എല്ലാവരും നിങ്കലിടറിയാലും ഞാൻ ഒരു നാളും ഇടറില്ല. ഐ ആം സ്പെഷ്യൽ. ഐ ആം നോട്ട് ലൈക്ക് ദം. ഞാൻ അവരെ പോലെയല്ല കർത്താവേ, ഞാനൊരു സ്പെഷ്യൽ മനുഷ്യനാ എന്ന് പറഞ്ഞ കർത്താവേ, യു ആർ റോങ്. കർത്താവ് പറഞ്ഞു, നീ ഇവരെ പോലല്ല, നീ ഇച്ചിരൂടെ കടത്തി ചെയ്യും. നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. പത്രോസ് 26:35, മത്തായി 26:35, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. ഐ ആം വെരി സ്പെഷ്യൽ. ഐ ആം വെരി സ്പെഷ്യൽ. മരിച്ച വീട്ടിൽ വരെ ഓവർകോട്ട് ഇട്ടുണ്ടല്ലേ നമ്മൾ ചെല്ലുന്നേ. എന്റെ സ്നേഹിത, വസ്ത്രധാരണത്തിന്റെ ശ്രേഷ്ഠതയല്ല നമ്മെ ദൈവം ഉപയോഗിക്കുന്നതിന്റെ മാനദണ്ഡം. ഞാൻ സ്പെഷ്യൽ ആണെന്ന് ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞ അതേ പത്രോസ് ഇപ്പോ പറയുക, ഐ ഹാവ് നത്തിങ് സ്പെഷ്യൽ. ഞാൻ പ്രാർത്ഥിച്ച് പ്രാപിച്ച എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാൻ വയ്യേ? മനുഷ്യന്റെ ഒരു കർമ്മത്തിനും
ദൈവപ്രസാദത്തിന് അർഹതയുണ്ടാക്കുന്നില്ല എന്ന ലളിതമായ ബോധ്യം പോലും ഇല്ലാത്തവരായി പോയില്ലേ വിശ്വാസികൾ? ഐ ഹാവ് നത്തിങ് സ്പെഷ്യൽ എന്ന് ധീരതയോടെ എഴുന്നേറ്റ് നിൽക്കാൻ പറയാൻ ആർജവമുള്ള ഏത് ദൈവദാസനുണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നത്? I am not special, but I serve a special God. രക്തത്താൽ ജയം. സ്നേഹിതരെ, സഹോദരങ്ങളെ, എന്റെ ഭക്തിയല്ല, എന്റെ ശക്തിയല്ല. ഇന്നലെയും ഒരു സഹോദരൻ എന്റെ സന്ദേശം, ഇന്നലെ രാത്രി ഞാൻ ബഹ്റിനിലെ IPC-യിലാണ് പ്രസംഗിച്ചത്. എനിക്കൊരു മെസ്സേജ്, പാസ്റ്റർ യുവർ മെസ്സേജ് ഈസ് വെരി സ്പെഷ്യൽ. ഞാൻ ഉടനെ മറുപടി എഴുതി, ഐ ആം ജസ്റ്റ് ആൻ ഓർഡിനറി മാൻ. ദർ ഈസ് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് മീ. നമ്മുടെ വാക്കിൽ പോലും പുകഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ശ്രമമരുത്. മരിച്ച വീട്ടിൽ പോലും പെന്തക്കോസുകാര് കാണിക്കുന്ന ഡ്രാമ കണ്ട് എനിക്ക് ലജ്ജ തോന്നിയിട്ടുണ്ട്. എൻ്റെ സെന്ററിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന സംഘടനയുടെയും അനുശോചനം ആരുടെ മുമ്പിലാ? ഡെഡ് ബോഡിയുടെ മുമ്പിൽ. സോ പിറ്റി. ഞാൻ വളരെ ലളിതമായി പറയാം, ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയാത്ത വെറും കേവല മനുഷ്യരായി നാം അധപ്പതിക്കരുത്. നിങ്ങളെയും എന്നെയും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. When we have sole purpose of glorifying him. എൻ്റെ പ്രിയപ്പെട്ടവരെ, God is waiting for people who will stand on his behalf to glorify his name. നാം ഒരിക്കലും പുകഴ്ച നേടരുത്. ഡാവിഞ്ചിയുടെ ഒടുക്കത്തെ അത്താഴം മഹത്തായ ചിത്രം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മിലാനിൽ, ഇന്നും ഇറ്റലിയിലെ മിലാനിൽ ആ ചിത്രമുണ്ട്. നിങ്ങളെല്ലാം അതിന്റെ റിപ്ലിക്ക കണ്ടു കാണും. ഡാവിഞ്ചിയുടെ ചിത്രം വരെ പൂർത്തിയാക്കിയപ്പോൾ ഡാവിഞ്ചി തന്റെ പ്രിയപ്പെട്ട സ്നേഹിതനെ വിളിച്ചു. എന്നിട്ട് ഈ ചിത്രം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തു പറയുന്നു? അദ്ദേഹത്തിന്റെ സ്നേഹിതൻ പറഞ്ഞു, ആ പാത്രം കണ്ടോ? ആ പാനപാത്രം റിയൽ വെള്ളിപ്പാത്രം പോലെ തിളങ്ങുന്നു. ഡാവിഞ്ചി എന്ത് ചെയ്തു നിങ്ങൾക്കറിയാമോ? ചരിത്ര സംഭവമാണത്. ഡാവിഞ്ചി തന്റെ ഛായാചിത്രം ഒരു ബ്രഷ് എടുത്തിട്ട് ആ വെള്ളിപ്പാത്രം ബ്രഷ് കൊണ്ട് കോറിയിട്ടു. സ്നേഹിതൻ ഞെട്ടി ഡാവിഞ്ചിയെ നോക്കിയപ്പോൾ ഡാവിഞ്ചി പറഞ്ഞ മറുപടി ഞാൻ കുറിച്ചിട്ടു. ഈ ചിത്രത്തിൽ കാഴ്ചക്കാരന്റെ കണ്ണ് ചെന്ന് പതിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി യേശുവിന്റെ മുഖത്താണ്. യേശുവിന്റെ തേജസ്സിനെ മാറ്റുന്ന എന്തെങ്കിലും ആ ചിത്രത്തിൽ ഉണ്ടെങ്കിൽ അത് ഞാൻ കോറിക്കളഞ്ഞേ മതിയാകൂ. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും അത് കോറിക്കളയാൻ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? God wants to use such men and women. റീഖമന, എന്റെ ഹൃദയം ഇന്ന് പകലിൽ ആർദ്രത കൊണ്ട് നിറയുകയാണ്. God needs people who glorify him alone.
നമ്മുടെ യോഗസ്ഥലങ്ങൾ പരസ്പര പുകഴ്ചകളുടെ കേന്ദ്രങ്ങളായി മാറ്റിയില്ലേ നാം? സ്ഥലം മാറ്റം കിട്ടാൻ മൂന്നാം തരം പ്രസംഗം നേതാവ് പറഞ്ഞാലും പ്രാർത്ഥനയ്ക്കകത്തുകൂടെ നേതാവിനെ പുകഴ്ത്തി ദൈവത്തെ പോലും പരിഹസിക്കുന്നവരായി നാം മാറിയില്ലേ? We have lost honesty and integrity. ശ്രദ്ധിക്കൂ, പത്രോസ് ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ പത്രോസ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് ആലയത്തിലെത്തി. പത്രോസിന്റെ അകത്ത് വചനമുണ്ടായിരുന്നു. നമ്മൾ താഴോട്ട് വരുമ്പോ കാണാം പത്രോസിന്റെ വചന നിശ്ചയം. പത്രോസിന്റെ അകത്ത് വിശ്വാസം കത്തുന്നുണ്ടായിരുന്നു. പത്രോസ് മരിച്ചവനായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു മഹത്വവും തനിക്ക് വേണ്ട എന്ന് നിർബന്ധമുള്ള മനുഷ്യനായിരുന്നു. റിച്ചാർഡ് ബാക്സ്റ്റർ എന്ന മഹാനായ ദൈവദാസൻ, പ്യൂരിറ്റൻ ടീച്ചേഴ്സിലെ അഗ്രഗണ്യനായ മനുഷ്യൻ, മരണശയ്യയിൽ പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. I am just a pen in the hands of God. What right the pen has to boast upon? ദൈവത്തിന്റെ കയ്യിലെ ഒരു പേന മാത്രമാണ്. ഈ പേനയ്ക്ക് പുകഴ്ചയ്ക്ക് എന്തവകാശം? നമുക്കെന്താ സ്നേഹിത? നമുക്കെന്താ പുകഴ്ചയ്ക്ക് അവകാശം? നമുക്കെന്ത് യോഗ്യതയാണുള്ളത്? ഞാൻ ആ പാപികളിൽ ഒന്നാമനെന്നല്ലേ നമുക്ക് പറയാനുള്ളൂ. ഞാൻ ഈ പുസ്തകം പ്രസംഗിക്കാൻ എടുക്കുമ്പോഴെല്ലാം മനസ്സിൽ വരുന്ന ഒരു ചിന്തയുണ്ട്. I am not worthy to be a preacher. ഒരു പ്രസംഗകനാകാൻ എനിക്കൊരു യോഗ്യതയില്ലല്ലോ കർത്താവേ. എനിക്ക് പുസ്തകം ചുമ്മി പ്രസംഗിക്കാൻ ഒരു യോഗ്യതയുമില്ലല്ലോ കർത്താവേ. എനിക്കെന്ത് യോഗ്യത? എനിക്കെന്ത് യോഗ്യത? കുഞ്ഞേ, ഇന്ന് പകലിൽ എന്തു യോഗ്യതയുണ്ട് നമുക്ക്? നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടാണോ? നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ്? എന്തെങ്കിലും മഹത്വമുണ്ടോ നമുക്ക്? I am just an ordinary vessel. ശ്രദ്ധിക്കൂ, സമയം തീരുന്നതുകൊണ്ട് ഒന്ന് രണ്ട് ഭാഗങ്ങൾ പെട്ടെന്ന് ഓർമ്മിപ്പിക്കാം. യേശുവിനെ കുറിച്ച് പത്രോസ് പറയുന്ന ചില പദങ്ങൾ. ദൈവം തന്റെ ദാസനായ യേശു. 13-ാമത്തെ വാക്യം. 14-ാമത്തെ വാക്യം, പരിശുദ്ധനും നീതിമാനുമായവൻ. 14-ാമത്തെ വാക്യത്തിന്റെ അവസാനം, ജീവനായകൻ. യഹൂദ്യർ ക്രിസ്തുയേശുവിനോട് ചെയ്തതിനെ ഒരു കവറുമില്ലാതെ പത്രോസ് പ്രസന്റ് ചെയ്യുക.
ഞാൻ ഇങ്ങനെ കുറിച്ചിട്ടു, പീറ്റർ ഹിറ്റ് അറ്റ് ദ കോർ ഓഫ് ദെയർ സിൻ. അവരുടെ പാപത്തിന്റെ കേന്ദ്രത്തിലാണ് പത്രോസിന്റെ വാക്ക് ചെന്ന് വീഴുന്നത്. സ്നേഹിതരെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന പ്രസംഗങ്ങൾ പറയുന്നവരോടല്ലേ നമുക്ക് പ്രിയം. നമ്മുടെ കോർ പോയിന്റിലേക്ക് ടച്ച് ചെയ്യുന്ന ദൈവദാസന്മാരെ, ശുശ്രൂഷകന്മാരെ നമുക്ക് എന്താ താല്പര്യമില്ലാത്തത്? ടു ടെൽ ദ ട്രൂത്ത് യു നീഡ് കറേജ്. സത്യം പറയാൻ നിങ്ങൾക്ക് ധൈര്യം വേണം. സത്യം പറയാൻ നിങ്ങൾക്ക് ദൈവാശ്രയം വേണം. സത്യം പറയാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. പത്രോസ് എവിടെ നിന്നാ പറയുന്നത്? മണിമാളികയുടെ മുകളിലല്ല, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ക്രൗഡ്. തന്നെ വെട്ടിക്കൊല്ലാം ഈ വാക്കുകളുടെ മുൻപിൽ അവർക്ക്. ഒരു അരമണിക്കൂർ കിട്ടിയാൽ ഭംഗിയാക്കാം, സമയമില്ലല്ലോ. ഒരു പദം മാത്രം അവസാനിപ്പിച്ച ജീവനായകൻ. ഐ ലവ് ദറ്റ് യൂസേജ്. ഇംഗ്ലീഷിൽ ഒരു പരിഭാഷ എഴുതിക്കുന്ന പ്രിൻസ് ഓഫ് ലൈഫ്, ഒരു പരിഭാഷ എഴുതിയിരിക്കുന്നത് ഓദർ ഓഫ് ലൈഫ്. അതിന്റെ ശരിയായ അർത്ഥം, ശരിയായ യവന അർത്ഥം ഫൗണ്ടർ ഓഫ് ലൈഫ്. ജീവന്റെ ഉടമസ്ഥൻ, ജീവൻ കണ്ടെത്തിയവൻ, ജീവന്റെ അടിസ്ഥാനമായവൻ. നമ്മുടെ ജീവന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ജീവനായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു, അവനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഒരു സ്ഫോടനം പോലെയാ പത്രോസിന്റെ പ്രസംഗം. ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, നമ്മുടെ ദൈവവചന ശുശ്രൂഷ സ്ഫോടനങ്ങളായി മാറട്ടെ. ഹൃദയങ്ങളെ പൊട്ടിത്തെറിപ്പിക്കുന്ന ആഴമുള്ള വചനത്തിന്റെ വെളിപ്പാടുകളായി നമ്മുടെ വചന ശുശ്രൂഷകൾ മാറട്ടെ. ദൈവത്തിനു മഹത്വം. എബ്രായർ 2:10 ജീവരക്ഷാനായകൻ. എബ്രായർ 12:2 വിശ്വാസത്തിന്റെ നായകൻ. പ്രവൃത്തി 3:14 ജീവനായകൻ. He gives life in your ministry. He lives life in your song. He gives life in your home. He is the source of life. ഞാൻ അവസാനിപ്പിക്കുന്നു മാർട്ടിൻ ലൂതറിന്റെ ഒരു വാക്കിലൂടെ. ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധിക്കകത്ത് മുങ്ങുമ്പോൾ മാർട്ടിൻ ലൂതർ തന്റെ നോട്ട് ബുക്ക് എടുത്ത് കുറിക്കുന്നൊരു പദം ഉണ്ടായിരുന്നു. വിവിറ്റ്. വിവിറ്റ്. VIVIT. വിവിറ്റ്. വിവിറ്റ്. ലത്തീൻ ഭാഷയിലെ വിവിറ്റ് എന്ന പദത്തിന്റെ അർത്ഥം ഹി ലിവ്സ്, അവൻ ജീവിക്കുന്നു. എന്റെയും നിങ്ങളുടെയും പ്രതിസന്ധിക്കകത്ത് നിന്നുകൊണ്ട് ഇന്ന് പകലിൽ നമുക്ക് വിളിച്ചു പറയണം, വിവിറ്റ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, സഹോദര, ഏത് പ്രതിസന്ധിക്കകത്തും ഈ പകലിൽ മുഴങ്ങേണ്ട ശബ്ദം, അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു. കുഞ്ഞെ, നിന്റെ പ്രയാസത്തിന്റെ ഈ ഘട്ടത്തിൽ ഇന്ന് പകലിലും ദൈവാത്മാവിന് പറയാനുണ്ട്, അവൻ ജീവിക്കുന്നു. ജീവന്റെ ദാതാവായ നസ്രയൻ നിന്റെ ദാരുണമായ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ ഇന്ന് പകലിലും ഈ നടുവിൽ വന്നിട്ടുണ്ട്.
റിജ ഖമാനിയ. 16 വാക്യം ഈ സന്ദേശത്തിന്റെ അവസാനമാണ്. 17 വാക്യം മുതൽ പത്രോസ് മറ്റൊരു ഘടനയിലേക്ക് കയറുക. പത്രോസ് പറയുകയാണ്, നിങ്ങളെ കാണുകയും അറിയുകയും ചെയ്തത് അവന്റെ നാമം തന്നെ. Let every sermon glorify him. അവന്റെ നാമമാണ് ഇതിന് മുഖാന്തരം. Not us but he. അവന്റെ നാമമാണ് ഉയർത്തേണ്ടത്. അവന്റെ നാമമാണ് പുകഴ്ചയ്ക്ക് യോഗ്യമായത്. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും മാനത്തിനും മഹത്വത്തിനും ആരാധനയ്ക്കും യോഗ്യൻ നസറയനായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് പകലിലും ഞാൻ അവന്റെ നാമത്തെ ഉയർത്തുകയാണ്. സ്നേഹിതരെ, അഹന്തകൾ താഴെയിടൂ, വൻഭാവങ്ങൾ താഴെയിടൂ, നമ്മുടെ സാമർഥ്യങ്ങൾ താഴെയിടൂ. ഇന്ന് പകലിൽ പറയൂ, I am worthless, he is only worthy. ഞാൻ ഉറപ്പോടെ പറയാം, മനസ്സിന്റെ മുടന്തു മാറ്റാൻ, ഹൃദയത്തിന്റെ മുടന്തു മാറ്റാൻ, അഹന്തയുടെ മുടന്തു മാറ്റാൻ, ധനത്തിലുള്ള ആശ്രയത്തിന്റെ മുടന്തു മാറ്റാൻ, നിരാശയുടെ മുടന്തു മാറ്റാൻ, പ്രതിസന്ധികൾ തളരുന്ന മുടന്തു മാറ്റാൻ ഒരുവനെ കഴിവുള്ളൂ, നമ്മുടെ ജീവനായകനു മാത്രം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.